Good morning. Today we are going to discuss about the next topic in foreign trade, that is motives for direct foreign investments. What are the motives behind foreign direct investments? So in the previous class we have discussed about the motives behind foreign portfolio investments. Likewise, today we are going to discuss about the foreign direct investment objectives. Why people are engaging in foreign direct investments? What are the objectives behind foreign direct investments? So here the motives behind foreign direct investments abroad are same as that of portfolio investments. So the motives of both these portfolio investments and foreign direct investments are somewhat same. That is, the main objective is to earn higher returns and to diversify risk. So to earn higher returns, കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കുക മാത്രമല്ല, അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈങ് റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഹയർ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് ഈ വിദേശ രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ ഒരു ഹോം കൺട്രി അപേക്ഷിച്ച് മറ്റ് എബ്രോഡിലുള്ള രാജ്യങ്ങളിൽ ഹയർ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും, ഇൻഡസ്ട്രിയിൽ ഹയർ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും. മാത്രമല്ല അവിടെ കുറച്ചുകൂടെ നല്ല ഫേവറബിൾ ആയിട്ടുള്ള ടാക്സ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും, കുറച്ചും കൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അവൈലബിൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അവിടുത്തെ ഇൻഡസ്ട്രീസിന് കുറച്ചും കൂടെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് അവിടുന്ന് കുറച്ചും കൂടെ റിട്ടേൺസ് കൂടുതലായിരിക്കും. മാത്രമല്ല റിസ്കിനെ ഡൈവേഴ്സിഫൈ ചെയ്യാനും ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് പ്രധാനമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. പ്രധാനമായിട്ട് രണ്ട് ഒബ്ജക്റ്റീവാണ് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും എന്താണ്, ഏർണിംഗ് ഹയർ റിട്ടേൺസ് ആസ് വെൽ ആസ് ടു ഡൈവേഴ്സിഫൈ ദ റിസ്ക്. അപ്പോൾ ഹയർ റിട്ടേൺസ് ഏൺ ചെയ്യുക, റിസ്കിന് ഡൈവേഴ്സിഫൈ ചെയ്യുക, അങ്ങനെ രണ്ട് ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. So sometimes some firms will have strong international orientation. So കുറച്ചും കൂടെ നല്ല ഇൻ്റർനാഷണൽ ഓറിയൻറ്റേഷനുള്ള ഫേംസ് ഉണ്ടാവും, ലക്ഷ്യങ്ങളുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഫേംസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫേംസ് എന്ന് പറഞ്ഞാൽ they may be more profitable. They may be profitable either through exporting their commodities or through production or sales of the commodities in foreign countries. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഓറിയൻറ്റേഷൻ കുറച്ചുകൂടെ ലാഭകരമായി പ്രവർത്തിക്കുന്ന കമ്പനികളെന്ന് വെച്ചാൽ ഒന്നുകിൽ എക്സ്പോർട്ടുകളിലൂടെ ആവാം, അല്ലെങ്കിൽ ഫോറിൻ പ്രൊഡക്ഷനിലൂടെയോ അല്ലെങ്കിൽ ഫോറിൻ സെയിൽസിലൂടെയൊക്കെ കുറച്ചും കൂടെ ഫോറിൻ ഓറിയൻറ്റേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ബന്ധങ്ങളുള്ള കമ്പനികളുണ്ടാവാം. അപ്പോൾ അവരെന്ന് വെച്ചാൽ ദേ വിൽ ബി മോർ പ്രോഫിറ്റബിൾ ആൻഡ് ദർ വിൽ ബി സ്മോളർ വേരിയബിലിറ്റി ഇൻ റിട്ടേൺസ് ഓർ പ്രോഫിറ്റ്സ് ദാൻ പ്യുവർലി ഡൊമസ്റ്റിക് ഫേംസ്. അപ്പോൾ ഡൊമസ്റ്റിക് ഫേംസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആയിരിക്കും ഈ ഫോറിൻ ഫേംസ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് കുറച്ചും കൂടെ ഇൻ്റർനാഷണൽ ഓറിയൻറ്റേഷൻ ഉള്ളതായിരിക്കും, സ്ട്രോങ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ സെറ്റപ്പ് ഉള്ളതായിരിക്കും. മാത്രമല്ല അവരുടെ എക്സ്പോർട്ട്സും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ ഹയർ സെയിൽസും ഹയർ എക്സ്പോർട്ടും ഹയർ പ്രൊഡക്ഷനൊക്കെ ഉള്ള ഫേംസ് ആയിരിക്കും മറ്റു രാജ്യങ്ങളിൽ. സോ they will be getting more profits and so there will be smaller variability in profits than ഡൊമസ്റ്റിക് ഫേംസ്. ഡൊമസ്റ്റിക് ഫേംസിനെ അപേക്ഷിച്ച് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന ഫേംസും ആയിരിക്കും. മാത്രമല്ല അവരുടെ പ്രോഫിറ്റ്സിലൊന്നും വല്ലാണ്ട് വേരിയബിലിറ്റി അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാത്ത ഫേംസ് ആയിരിക്കും ഫോറിൻ ഫേംസ് ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഡൊമസ്റ്റിക് ഫേംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ ഇതൊക്കെ തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ദർ ഈസ് വൺ ക്വസ്റ്റ്യൻ അൺആൻസേർഡ് വിത്ത് റിഗാർഡ് ടു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇതൊക്കെ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ, അതായത് ഹയർ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഹയർ റിട്ടേൺസ് അല്ലെങ്കിൽ ലെസ് വേരിയബിലിറ്റി ഇൻ റിട്ടേൺസ്, ഇതൊക്കെ നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞിരുന്നു, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. പക്ഷേ അതും നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഈസ് റിമൈനിങ് അൺആൻസേർഡ്. നമുക്ക് ഉത്തരം പറയേണ്ടതായ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതായത് these explanations, they cannot explain why the residents of a nation do not borrow from other nations and themselves make real investments in their own nation rather than accept direct investments from abroad. അതായത് ഒരു ചോദ്യം എന്ന് പറഞ്ഞത്, why the residents of a nation do not borrow from other nations. എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിലെ ജനങ്ങൾ മറ്റൊരു രാജ്യത്തു നിന്ന് ബോറോ ചെയ്യാത്ത എന്തുകൊണ്ടാണ്?
അല്ലെങ്കിൽ എന്താണ്, ദേ ആർ മേക്കിംഗ് റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ദെയർ ഓൺ നേഷൻ. അവരുടെ സ്വന്തം രാജ്യത്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്, റാദർ ദാൻ അക്സെപ്റ്റിംഗ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫ്രം എബ്രോഡ്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ അവരെന്തുകൊണ്ടാണ് സ്വന്തം രാജ്യത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ബോറോ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നമുക്ക് ആൻസർ കണ്ടെത്തേണ്ടി. അപ്പോൾ ആ ആൻസർ, ആ ചോദ്യം അൺആൻസേർഡ് ആണ്. ഈ പ്രധാനപ്പെട്ട ഈ ലക്ഷ്യങ്ങളൊക്കെ, നമ്മൾ കാരണങ്ങളൊക്കെ FDI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞെങ്കിലും ഈ ഒരു കാര്യത്തിൽ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഈ ഒരു ചോദ്യം, ദിസ് ക്വസ്റ്റ്യൻ ഈസ് റിമൈനിങ് അൺആൻസേർഡ്. ദാറ്റ് ഈസ് വൈ the people of a country, they are not borrowing from other nations, or they are not making real investments in abroad. That is, they are making investments in their own countries rather than making or accepting direct investments from abroad. That is a question which is remaining unanswered. So നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയാം, അതായത് the residents of a nation will be more ഫെമിലിയർ വിത്ത് ലോക്കൽ കണ്ടീഷൻസ്. പ്രധാനമായിട്ടും ഒരു രാജ്യത്തെ റെസിഡൻസ് അല്ലെങ്കിൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ ദേ മേ ബി ഫെമിലിയർ വിത്ത് ദ ലോക്കൽ കണ്ടീഷൻസ്. അപ്പോൾ കൂടുതൽ ലോക്കൽ കണ്ടീഷൻസിനെ കുറിച്ച് കൂടുതൽ അറിവുള്ളവ അവരായിരിക്കും. അതുകൊണ്ട് ദേ ആർ അറ്റ് എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് വിത്ത് റെസ്പെക്ട് ടു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, കുറച്ച് മുൻതൂക്കമുള്ള ആൾക്കാരായിരിക്കും ഇവർ. കാരണം ഇവർക്ക് ലോക്കൽ കണ്ടീഷൻസിനെ കുറിച്ച് കുറച്ചും കൂടെ അറിവുള്ളവരായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് പല എക്സ്പ്ലനേഷൻസ് പറയാം. ഒരു പ്രധാനപ്പെട്ട എക്സ്പ്ലനേഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ധാരാളം ലാർജ് കോർപ്പറേഷൻസ് ഉണ്ടാവാം. ലാർജ് കോർപ്പറേഷൻസ് പ്രധാനമായിട്ടും ഒളിഗോപ്പൊളിസ്റ്റിക് നേച്ചർ ആവാം, മൊണോപ്പൊളിസ്റ്റിക് നേച്ചറുള്ള കോർപ്പറേഷൻസ് ഉണ്ടാവാം. മൊണോപ്പൊളി നമുക്കറിയാം, സിംഗിൾ സെല്ലറാണുള്ളത്. ഒളിഗോപ്പൊളി ഫ്യൂ സെല്ലേഴ്സാണ് സെല്ലിങ് ഡിഫറൻഷ്യേറ്റ് പ്രോഡക്ട്സ്. അപ്പോൾ ഇങ്ങനെ ഒളിഗോപ്പൊളി സിറ്റുവേഷനിലും മൊണോപ്പൊളി സിറ്റുവേഷനിലും വർക്ക് ചെയ്യുന്ന ധാരാളം കോർപ്പറേഷൻസ് ഉണ്ടാവാം. സോ ദേ ഹാവ് ദെയർ ഓൺ യുണീക്ക് പ്രൊഡക്ഷൻ നോളജ് ഓർ മാനേജീരിയൽ സ്കിൽസ്. അവർക്ക് അവരുടേതായ പ്രത്യേക തരത്തിലുള്ള പ്രൊഡക്ഷൻ നോളജ് ഉണ്ടാവാം, പ്രത്യേക തരത്തിലുള്ള മാനേജീരിയൽ സ്കില്ലുകൾ ഉണ്ടാവാം. അപ്പോൾ അവർക്കത് എന്താണ്, ദേ ക്യാൻ പ്രോഫിറ്റബിളി യൂട്ടിലൈസ് ദീസ് സ്കിൽസ് എബ്രോഡ്. വളരെ ലാഭകരമായിട്ട് അവർക്ക് ഈ സ്കിൽസ് വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുകയും, അപ്പോൾ അങ്ങനെ അവർക്ക് എന്താണ്, ദേ ക്യാൻ റിറ്റെയിൻ ഡയറക്റ്റ് കൺട്രോൾ ഓവർ ദീസ് ഇൻഡസ്ട്രീസ് ഓർ ഓവർ ദീസ് പ്രൊഡക്ഷൻ. അപ്പോൾ അവർക്ക് കൃത്യമായ പ്രൊഡക്ഷൻ നോളജും കൃത്യമായ സ്കില്ലുകളും ഉള്ളതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മറ്റു രാഷ്ട്രങ്ങളിലായാൽ പോലും അവർക്ക് നേരിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് ദേ ആർ ഒളിഗോപ്പൊളിസ്റ്റിക് ഇൻ നേച്ചർ ഓർ മൊണോപ്പൊളിസ്റ്റിക് ഇൻ നേച്ചർ. ഒളിഗോപ്പൊളിസ്റ്റിക് ആയിരിക്കും, കാരണം അവരുടേതായ പ്രൊഡക്ഷൻ നോളജ്, സ്പെഷ്യൽ പ്രൊഡക്ഷൻ നോളജ് ആയിരിക്കും, മാനേജറിയൽ സ്കില്ല് മറ്റാർക്കും ഇല്ലാത്തതായിരിക്കും. അതുകൊണ്ട് ദേ ക്യാൻ ഈസിലി ആസ് വെൽ ആസ് പ്രോഫിറ്റബിളി യൂട്ടിലൈസ് ദിസ് പ്രൊഡക്ഷൻ നോളജ് എബ്രോഡ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ നോളജ് അവർക്ക് വളരെ ഈസി ആയിട്ട് ഈ വിദേശ രാജ്യങ്ങളിൽ അത് ഉപയോഗിക്കുകയും അങ്ങനെ ദേ ക്യാൻ റീറ്റെയിൻ ഡയറക്റ്റ് കൺട്രോൾ ഓവർ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എബ്രോഡ്. അങ്ങനെ അവർക്ക് വിദേശ രാജ്യങ്ങളിലുള്ള അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ അവർക്ക് നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ ഫേംസ് വിൽ മേക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എബ്രോഡ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫേംസ് എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും, വിദേശ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിദേശ രാജ്യങ്ങളുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സിറ്റുവേഷൻ നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പം ഇതെന്ന് പറഞ്ഞാൽ ദർ ഇസ് എ നീഡ് ഫോർ ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ എന്ന് നമ്മൾ മീൻ ചെയ്യുന്നത് വെച്ചാൽ the production abroad of a differentiated product that is also produced at home. അതായത് നമ്മൾ ഇവിടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമോഡിറ്റി, അത് ദാറ്റ് ഈസ് എ ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് എബ്രോഡ്. അപ്പോൾ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമോഡിറ്റി അതേപോലെ തന്നെ അവരെന്ത് ചെയ്യും, വിദേശ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കും. ഒരു ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്റ്റ് ആയിരിക്കും. ഡിഫറൻഷ്യേറ്റഡ് എന്ന് വെച്ചാൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസങ്ങളുണ്ടാവും, അതിൻ്റെ കളറിലോ സ്മെല്ലിലോ ടേസ്റ്റിലോ ഒക്കെ വ്യത്യാസമുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്ട്സ് അവർ ഹോം കൺട്രിയിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ അവരെന്ത് ചെയ്യും, വിദേശ രാജ്യങ്ങളിലും അവർ ഉൽപ്പാദിപ്പിക്കാം. ഉദാഹരണത്തിന് നമ്മൾ IBM കാര്യം നമ്മൾ പറഞ്ഞാൽ, IBM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പനിയാണ് IBM എന്ന് പറയുന്നത്. ഈ IBM എന്ന് പറഞ്ഞാൽ അവർ പ്രധാനമായിട്ടും ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പറയുന്നത്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ദേ ഹാവ് എ പെർട്ടിക്കുലർ കമ്പ്യൂട്ടർ ടെക്നോളജി. അവർക്കൊരു പ്രത്യേക കമ്പ്യൂട്ടർ ടെക്നോളജി ഉണ്ട്. സോ ദേ വോണ്ട് ടു ഹാവ് ഡയറക്റ്റ് കൺട്രോൾ ഓവർ ദിസ് ടെക്നോളജി.
അപ്പോൾ അവർക്ക് അവരുടേതായ കൺട്രോൾ വേണം ഈ ടെക്നോളജിയുടെ മുന്നിൽ. അതേസമയം എന്താണ്, ദേ ആർ മേക്കിംഗ് ഇറ്റ് ദ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ദിസ് ടെക്നോളജി അവൈലബിൾ ഇൻ ഫോറിൻ കൺട്രീസ്. അപ്പോൾ ഇവർ ഫോറിൻ മാർക്കറ്റ്സിനെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി ആ ലോക്കൽ കണ്ടീഷൻസിന് സാഹചര്യമായ രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ അവിടെ ലോക്കൽ സാഹചര്യങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ എന്ത് ചെയ്യും, അവർ ദേ ആർ പ്രൊഡ്യൂസിങ് ദിസ് ഇൻ ഫോറിൻ മാർക്കറ്റ് ഓൾസോ. They are producing the duplicate of this computer technology in foreign market also rather than exporting. എക്സ്പോർട്ട് ചെയ്യുന്നതിലൂടെ അല്ലാതെ ദേ ആർ പ്രൊഡ്യൂസിങ് ദ ഡ്യൂപ്ലിക്കേറ്റ്സ് ഓഫ് ദീസ് കമ്മോഡിറ്റീസ് എബ്രോഡ്, അല്ലേ? അപ്പോൾ IBM എന്ന് പറഞ്ഞാൽ അവർ വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കമ്പ്യൂട്ടർ ടെക്നോളജിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ദേ വോണ്ട് ടു റീറ്റെയിൻ കൺട്രോൾ ഓവർ ദം. അപ്പോൾ അവർക്ക് ദേ നീഡ് ടു ഹാവ് ഡയറക്റ്റ് കൺട്രോൾ ഓവർ ദ പ്രൊഡക്ഷൻ ഓഫ് ദിസ് കമ്പ്യൂട്ടർ ടെക്നോളജി. അവർക്ക് ഈ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ മുകളിൽ കറക്റ്റ് കൺട്രോൾ വേണം. അതുകൊണ്ട് ദേ ഈസിലി ഡ്യൂപ്ലിക്കേറ്റ് ദിസ് കമ്പ്യൂട്ടർ ടെക്നോളജി ഇൻ ദ ഫോറിൻ മാർക്കറ്റ് ബെറ്റർ. അപ്പോൾ വളരെ നല്ല രീതിയിൽ അവരിത് ഫോറിൻ മാർക്കറ്റിൽ അത് ഇറക്കുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, റാദർ ദാൻ ത്രൂ എക്സ്പോർട്ട്. എന്തിലൂടെ? എക്സ്പോർട്ട് ചെയ്യുന്നതിലൂടെ അല്ലാതെ ലോക്കൽ കണ്ടീഷൻസിന് അനുകൂലമായ രീതിയിൽ അവരവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ ദേ ഡസ് നോട്ട് വാണ്ട് ടു ലൈസൻസ് ഫോറിൻ പ്രൊഡ്യൂസേഴ്സ്. അവർ ഫോറിൻ പ്രൊഡ്യൂസേഴ്സിന് ലൈസൻസ് കൊടുക്കാനല്ല അവർ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് അവർക്ക് ഫോറിൻ പ്രൊഡ്യൂസേഴ്സിന് ലൈസൻസ് കൊടുത്ത് അവരിത് പ്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഡയറക്റ്റ് കൺട്രോൾ പോകും. അപ്പോൾ അതുകൊണ്ട് ഫോർ റീറ്റെയിനിങ് ദ കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ഇറ്റ്സ് പ്രോഡക്റ്റ് or over its trade secrets, the patents and trade secrets as well as patents, they as well as to ensure consistent quality and service, they do not give license to foreign producers. അപ്പോൾ അവർ ഒരിക്കലും ഇതിൻ്റെ ലൈസൻസ് ആർക്കും നൽകാറില്ല, ഫോറിൻ പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ്? they want to retain the complete control over the production. അവൻ്റെ പ്രൊഡക്ഷൻ അവർക്ക് കൺട്രോൾ വേണം. ദേ വോണ്ട് ടു ഹാവ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ട്രേഡ് സീക്രട്ടിൻ്റെ മുകളിൽ അവർക്ക് കൺട്രോൾ വേണം. ആൻഡ് ദേ ഓൾസോ വോണ്ട് ടു ഹാവ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ പേറ്റൻറ്റിൻ്റെ കാര്യത്തിൽ അവർ കൺട്രോൾ വേണം. മാത്രമല്ല ദേ വോണ്ട് ടു എൻഷ്യൂർ കൺസിസ്റ്റൻറ്റ് ക്വാളിറ്റി ആൻഡ് സർവീസ്. മാത്രമല്ല ദേ വോണ്ട് ടു ഹാവ് കംപ്ലീറ്റ് ക്വാളിറ്റി ഫോർ ദ പ്രോഡക്റ്റ്. ദേ വോണ്ട് ടു ഹാവ് കംപ്ലീറ്റ് കൺസിസ്റ്റൻസി ആസ് വെൽ ആസ് കൺസിസ്റ്റൻസി ഓഫ് സർവീസ്. എപ്പോഴും സർവീസിലൊരു സ്ഥിരത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പല ലക്ഷ്യങ്ങളോടുകൂടി അവർ ഒരിക്കലും ദേ ഡു നോട്ട് ഗിവ് ലൈസൻസ് ടു ഫോറിൻ പ്രൊഡ്യൂസേഴ്സ്. ഫോറിൻ പ്രൊഡ്യൂസേഴ്സിന് അവർ ലൈസൻസ് കൊടുക്കാറില്ല. അപ്പം അങ്ങനെയുള്ള ഒരു രീതിയാണ് ഇങ്ങനെയുള്ള മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് സാധാരണ ഫോളോ ചെയ്യുന്നത്. അപ്പം അഥവാ തന്നെ ഈവൻ ഇഫ് ദിസ് IBM ഈസ് വില്ലിംഗ് ടു നെഗോഷിയേറ്റ് ലൈസൻസിങ് അഗ്രിമെൻറ്റ്സ് വിത്ത് ദ ഫോറിൻ പ്രൊഡ്യൂസേഴ്സ്, ദാറ്റ് ഈസ് നോട്ട് ഫീസിബിൾ. ബിക്കോസ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് ആർ വെരി റാപ്പിഡ് ഇൻ ദിസ് ഫീൽഡ്. അപ്പം ഈ IBM അഥവാ പോലും ഈ വിദേശ രാജ്യങ്ങളിലെ പ്രൊഡ്യൂസേഴ്സുമായിട്ട് നെഗോഷിയേഷൻസിന് അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കാൻ തയ്യാറായാൽ പോലും അത് ഫീസിബിൾ അല്ല. കാരണം നമുക്കറിയാം, ഈ ഫീൽഡിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ ഫീൽഡിൽ ദർ ആർ റാപ്പിഡ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ്. ടെക്നോളജിയിൽ തന്നെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ഈ IBMന് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈസൻസിങ് എഗ്രിമെൻറ്റ്സ് മറ്റ് ഫേംസിന് കൊടുക്കാനായിട്ട്, വിദേശ രാജ്യങ്ങളിലെ ഫേംസിന് കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം ടെക്നോളജി എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ ദേ കനോട്ട് ഗിവ് ദിസ് ലൈസൻസിങ് എഗ്രിമെൻറ്റ് ടു അതർ പ്രൊഡ്യൂസേഴ്സ്. ഇതേ കേസ് തന്നെ നമ്മൾ സെയിം കേസ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ കേസ് ഓഫ് സെയിം റീസൺ ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ കേസ് ഓഫ് ജനറൽ ഇലക്ട്രിക്, നോക്കിയ, ടൊയോട്ട എക്സെട്ര. അപ്പോൾ ഈ കമ്പനികളുടെ കാര്യത്തിലും അതുപോലെ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ കാര്യത്തിലൊക്കെ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് ദ മോട്ടീവ് ബിഹൈൻഡ് മോസ്റ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ മാനുഫാക്ചറിങ് ഇൻ ഡെവലപ്പിംഗ് നേഷൻസ്. അപ്പം പ്രധാനമായിട്ടും ഡെവലപ്ഡ് നേഷൻസിലെ മിക്കവാറും എല്ലാ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാനുഫാക്ചറിങ്ങിലുള്ള പ്രധാനപ്പെട്ട ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒക്കെ ലക്ഷ്യങ്ങൾ ഇത് തന്നെയാണ്. അവരുടേതായ ഒരു കൺട്രോൾ ഉണ്ടാവാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ ജനറൽ ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, നോക്കിയ, ടൊയോട്ട, അങ്ങനെ മറ്റു പല മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ കാര്യത്തിലും ഈ മിക്കവാറും എല്ലാ മാനുഫാക്ചറിങ് സെക്ടറിലുള്ള ഡെവലപ്പിംഗ് നേഷൻസിലെ മാനുഫാക്ചറിങ് സെക്ടറിലുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ആ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ദേ ആർ പ്രൊഡ്യൂസിങ്
ദേ വോണ്ട് ടു ഹാവ് കൺട്രോൾ ഓഫ് ദെയർ പ്രോഡക്ട്സ്. അവരുടെ പ്രോഡക്ട്സിന് മുകളിൽ കൺട്രോൾ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും ഇതിനെ എന്ത് ചെയ്യും, അവർ മറ്റുള്ള കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കാതെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാതെ അവരവരുടേതായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടു ഒബ്റ്റെയിൻ കൺട്രോൾ ഓഫ് എ നീഡഡ് റോ മെറ്റീരിയൽ ആൻഡ് ദിസ് എൻഷുർ ആൻ അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ FDI ഈസ് ടു ഒബ്റ്റെയിൻ കൺട്രോൾ ഓഫ് എ നീഡഡ് റോ മെറ്റീരിയൽസ്. അപ്പോൾ ഓരോ വ്യവസായത്തിനും ആവശ്യമായ ചില റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ നിയന്ത്രണം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമായിരിക്കും. അങ്ങനെ എന്താണ്, എപ്പോഴും അവർക്ക് വളരെ ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റിൽ ഈ റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേറൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ FDIയുടെ വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടു ഒബ്റ്റെയിൻ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് എ നീഡഡ് റോ മെറ്റീരിയൽ. അവർക്ക് ആവശ്യമായ റോ മെറ്റീരിയലിൻ്റെ കൺട്രോൾ വേണം. മാത്രമല്ല ദേ ഹാവ് ടു എൻഷുർ ദ അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്. ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഈ റോ മെറ്റീരിയലിൻ്റെ സപ്ലൈ നിരന്തരം ലഭ്യമാക്കുന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പുവരുത്തണം. അപ്പോൾ അതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. അതായത് പ്രധാനമായിട്ടും ഈ മിക്കവാറും എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസിലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രൂപം ഇതാണ്. അതായത് ചില മിനറൽ റിച്ച് ആയിട്ടുള്ള ഡെവലപ്ഡ് കൺട്രീസിലും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകാനുള്ളൊരു കാരണമാണ്. ഡെവലപ്പിംഗ് നേഷൻസിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ നമുക്കറിയാം ഈ ചില റോ മെറ്റീരിയൽസ് പ്രധാനമായിട്ട് ഈ ഡെവലപ്പിംഗ് നേഷൻസിലാണ് അതിൻ്റെ ലഭ്യതയുള്ളത്. അതുപോലെ മിനറൽസ് കുറേയുള്ള ചില റിച്ച് ആയിട്ടുള്ള ഡെവലപ്ഡ് നേഷൻസ് ഉണ്ടാവാം. അപ്പോൾ പിന്നെ നേഷൻസിലൊക്കെ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുന്ന് സ്ഥിരമായി റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതും ഈ ഡെവലപ്ഡ് നേഷൻസിൽ നിന്ന് മിനറൽസിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയായിരിക്കും ഈ രാജ്യങ്ങളിലേക്ക് ഈ FDI അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ്സും അതുപോലെ ഫോറിൻ കോർപ്പറേഷൻസൊക്കെ ദേ ഹാവ് മൈൻസ് ഇൻ കാനഡ, ജമൈക്ക, വെനിസ്വല, ഓസ്ട്രേലിയ ആൻഡ് അതർ നേഷൻസ്. ആൻഡ് ഫോറിനേഴ്സ് ഓൺ സം കോൾ മൈൻസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓൾസോ. അതുകൊണ്ടാണ് അമേരിക്കയും ഫോറിൻ കോർപ്പറേഷൻസും ഒക്കെ ചില രാജ്യങ്ങളിൽ, അതായത് കാനഡ, ജമൈക്ക, വെനിസ്വല, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ അവർ മൈൻസ് ഓപ്പറേറ്റ്, അവരുടേതായ മൈനുകൾ അവർക്കുണ്ട്, മൈനുകളുണ്ട്, ഖനികളുണ്ട്. അതേപോലെ തന്നെ ഫോറിനേഴ്സിന് ഈ അമേരിക്കയിൽ കോൾ മൈനുകളുണ്ട്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാരണം, നിരന്തരം അവർക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ഉറപ്പുവരുത്തുക എന്നുള്ളത് കൊണ്ടാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പം വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രധാനമായിട്ടും റോ മെറ്റീരിയൽ സപ്ലൈ ഉറപ്പുവരുത്തുക എന്നുള്ളത്, അവരുടെ നാട്ടിലേക്ക് എപ്പോഴും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പം ഈ വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ ഒരു പ്രധാനമായിട്ടും ഈ വിദേശ രാജ്യങ്ങളിലേക്ക് സെയിൽ നടത്താനും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. മിക്കവാറും എല്ലാ ലോകത്തിലെ ഓട്ടോമൊബൈൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രധാനമായിട്ടും ആ ഒരു വെർട്ടിക്കൽ ഇൻ്റഗ്രേഷനാണ് ഈ സെയിൽസും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ ഈ കമ്പനികളുടെ സെയിലുകളും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഓട്ടോമൊബൈൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന് വിദേശ രാജ്യങ്ങളിൽ സെയിൽസ് ഓണർഷിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാവും, വിദേശ രാജ്യങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളും ഒക്കെ ഉണ്ടാവും. അതാണ് സെക്കൻഡ് റീസണായിട്ട് പറയുന്നത്. ഇനി തേർഡ് റീസൺ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ അനദർ റീസൺ ഫോർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ടു അവോയ്ഡ് ടാരിഫ്സ് ആൻഡ് അതർ റെസ്ട്രിക്ഷൻസ് ദാറ്റ് നേഷൻസ് ഇമ്പോസ് ഓൺ ഇമ്പോർട്ട്സ് ഓർ take advantage of various government subsidies to encourage foreign direct investments. ഇനി വേറൊരു റീസൺ ആയിട്ട് പറയുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടു അവോയ്ഡ് ടാരിഫ് ആൻഡ് അതർ റെസ്ട്രിക്ഷൻസ്. അതായത് ചില രാജ്യങ്ങൾ ചില കമോഡിറ്റീസിൻ്റെ മുകളിൽ ഇമ്പോർട്ടിൻ്റെ മുകളിൽ ടാരിഫും മറ്റു റെസ്ട്രിക്ഷൻസും ഈടാക്കാറുണ്ട്.
അപ്പോൾ അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ടാരിഫും റെസ്ട്രിക്ഷൻസ് ഈടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിന് അവിടുത്തെ ടാരിഫും അവരുടെ റെസ്ട്രിക്ഷൻസും ഒക്കെ കടന്നു വേണം ആ സാധനം അവരുടെ മാർക്കറ്റിലേക്ക് എത്താൻ. അപ്പോൾ ടാരിഫ് സ്വാഭാവികമായിട്ട് ടാരിഫ് ചുമത്തപ്പെടുകയാണെങ്കിൽ കമ്മോഡിറ്റി കൂടിയ പ്രൈസിനെ വിൽക്കാൻ പറ്റും. അതുപോലെ അവർ റെസ്ട്രിക്ഷൻസ് വെക്കുകയാണെങ്കിൽ കൂടുതൽ സാധനം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമുക്ക് അങ്ങനെയാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ നിൽക്കാതെ അവിടെ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അവിടെ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ ചെന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ തരത്തിലുള്ള ക്വാട്ടാസും അല്ലെങ്കിൽ ടാരിഫും അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും നേരിടേണ്ടി വരില്ല. അതുമാത്രമല്ല എന്താണ്, ദർ വിൽ ബി സം direct subsidies which are given by the governments of those countries for encouraging foreign direct investments. അതുപോലെ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ ഏത് രാജ്യത്താണോ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് ആ രാജ്യത്തെ ഗവൺമെൻറ്റുകൾ ചില സബ്സിഡികൾ നൽകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സബ്സിഡികളുടെ അഡ്വാൻറ്റേജ് കിട്ടാനും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള നേട്ടങ്ങൾ കൊയ്യാനും FDIs വിദേശ രാജ്യങ്ങളിൽ നടക്കാൻ കാരണമാകുന്നു. അപ്പം അതാണ് വേറൊരു റീസൺ പറയുന്നത്. So that is for avoiding tariffs and other restrictions that nations impose on imports. ഇമ്പോർട്ടിന് മുകളിൽ രാജ്യങ്ങൾ ചുമത്തുന്ന ടാരിഫും മറ്റു റെസ്ട്രിക്ഷൻസും അവോയ്ഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആ രാജ്യങ്ങൾ FDIക്ക് കൊടുക്കുന്ന എന്താണ് അഡ്വാൻറ്റേജസ് അല്ലെ സബ്സിഡി പോലെയുള്ള ഗുണങ്ങൾ കൊയ്യുന്നതിനും വേണ്ടി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാൻ കാരണമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്താണ് പ്രത്യേകിച്ച് നമ്മൾ യു എസ് നടത്തിയ ലാർജ് സ്കെയിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അതായത് എക്സാമ്പിൾസ് ഓഫ് ദിസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ടു അവോയ്ഡ് ടാരിഫ് ആൻഡ് അതർ റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ടാരിഫും മറ്റ് റെസ്ട്രിക്ഷൻസും തടയാനുള്ള ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ലാർജ് സ്കെയിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ US ഫേംസ് ഇൻ ദ യൂറോപ്യൻ യൂണിയൻ കൺട്രീസ്. US ഫേംസ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ വളരെ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അത് പ്രധാനമായിട്ടും എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, അതായത് ടാരിഫും റെസ്ട്രിക്ഷൻസും ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ അവിടെ പോയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. US യൂറോപ്യൻ യൂണിയൻ ഉൽപ്പാദിപ്പിച്ചത്. അതുപോലെ തന്നെ ചില ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെവലപ്പിംഗ് നേഷൻസിലെ മാനുഫാക്ചറിങ് സെക്ടറിൽ നടത്തിയിരുന്നു US. അതൊക്കെ എന്ന് പറയുന്നത് ഈ എന്താണ് ഈ ടാരിഫിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ്, ട്രേഡ് റെസ്ട്രിക്ഷൻസൊക്കെ ഇതിൻ്റെയൊക്കെ ആ ഒരു എന്താണ് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് US ഫേംസ് പോന്ന് യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് നേഷൻസിൽ മാനുഫാക്ചറിങ് സെക്ടറിലൊക്കെ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ആദ്യം പറഞ്ഞ ടാരിഫിൻ്റെ മറ്റ് റെസ്ട്രിക്ഷൻസൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിരുന്നു. അപ്പോൾ സെക്കൻഡ് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സബ്സിഡിയുടെ അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞ ഉദാഹരണത്തിന് നമുക്ക് പറയാൻ പറ്റും ഡെവലപ്പിംഗ് നേഷൻസിലും ഒക്കെ നടത്തിയ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചില ഡെവലപ്ഡ് നേഷൻസ് ഈ ഡെവലപ്പിംഗ് നേഷൻസിലൊക്കെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ആ ഡെവലപ്പിംഗ് നേഷൻസ് കൊടുക്കുന്ന സബ്സിഡികൾ എന്താണ് കിട്ടാൻ വേണ്ടി, അതായത് ഡെവലപ്പിംഗ് നേഷൻസിലുള്ള ഇതുപോലെ തന്നെ ഡെവലപ്ഡ് നേഷൻസിലെ ചില ഡിപ്രസ്ഡ് റീജിയൻസ് ഉണ്ടാവും. അതായത് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പ്രദേശങ്ങളുണ്ടാകും. വികസിതമായി വികസിത രാഷ്ട്രങ്ങളിൽ തന്നെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള പ്രദേശങ്ങളുണ്ടാകും. അതായത് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പ്രദേശങ്ങളിൽ പോയി ചില രാഷ്ട്രങ്ങൾ പോയി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവിടുത്തെ സബ്സിഡികളുടെ അഡ്വാൻറ്റേജ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അതായത് ടാരിഫും റെസ്ട്രിക്ഷൻസും ഒഴിവാക്കാനും അല്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സബ്സിഡികളുടെ അഡ്വാൻറ്റേജ് നേടാനും അതൊരു റീസണായിട്ട് പറയുന്നുണ്ട്. And another possible reason for foreign direct investments are to enter a foreign oligopolistic market so as to share in the profits, or to purchase a promising foreign firm to avoid its future competition and the possible loss of export markets, or because only a large foreign multinational corporation have obtained a necessary financing to enter the market. So another possible reason. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട റീസൺ പറയുന്നതെന്ന് പറഞ്ഞാൽ ടു എൻ്റർ എ ഫോറിൻ ഒളിഗോപ്പൊളിസ്റ്റിക് മാർക്കറ്റ്, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലുള്ള ഒരു ഒളിഗോപ്പൊളിസ്റ്റിക് മാർക്കറ്റിലേക്ക് കടക്കുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. ഒളിഗോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് നമുക്കറിയാം, ഫ്യൂ സെല്ലേഴ്സ് ഉള്ള ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരു ഒളിഗോപ്പൊളിസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താണ് ലാഭം ഷെയർ ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ഷെയർ ദ പ്രോഫിറ്റ്സ്.
അപ്പോൾ അവർക്ക് പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല എന്താണ്, ഭാവിയിൽ ഉള്ള ഒരു കോമ്പറ്റീഷൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഫോറിൻ ഫേമിനെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു ഫോറിൻ ഫേമിനെ നമുക്ക് എന്താണ്, വിദേശ ഫേമിനെ നമുക്ക് ഇപ്പം തന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലെ കോമ്പറ്റീഷനൊക്കെ ഒഴിവാക്കാം. ഭാവിയിൽ വേറൊരു ഫേം വന്ന് അവിടെ കമ്പീറ്റ് ചെയ്യുന്നതിന് പകരം നിലവിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു ഫേമിനെ നമുക്ക് പണം കൊടുത്ത് കൈവശം വെക്കാം. അതുപോലെ തന്നെ എക്സ്പോർട്ട് മാർക്കറ്റിനുണ്ടാകുന്ന നഷ്ടം ഒഴിവാക്കാൻ അങ്ങനെയൊക്കെ സാധാരണ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കാറുണ്ട്. പ്രത്യേകിച്ചും കാരണങ്ങളെന്ന് പറയുന്നത് the reasons are to enter India for an oligopolistic market. ഇപ്പം വിദേശ രാജ്യങ്ങളിലെ ഒരു ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിലേക്ക് കടന്നു എന്ന് പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകാം. ടു പർച്ചേസ് എ ഫോറിൻ പ്രോമിസിങ് ഫേം ടു അവോയ്ഡ് ഇറ്റ്സ് ഫ്യൂച്ചർ കോമ്പറ്റീഷൻ, ഭാവി കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഫേംസിനെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി അവരെ പൈസ കൊടുത്ത് അവരെ കൈക്കലാക്കുന്നതിന് വേണ്ടി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാം. മാത്രമല്ല പോസിബിൾ ലോസ് ഓഫ് എക്സ്പോർട്ട് മാർക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാം. അപ്പം ഈ വളരെ വലിയ ഫോറിൻ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസൊക്കെ ഈ തരത്തിലുള്ള ഫിനാൻസിങ് അല്ലെങ്കിൽ ചില ലാർജ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന് ഈ മാർക്കറ്റിലേക്ക് കടന്നു കയറാൻ വേണ്ടി ഒക്കെ അവർക്ക് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി പണം ചെലവഴിക്കാം സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതിൽ 2-way ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ 2-way ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്കും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാമെന്ന് പറയും. അപ്പം ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് വെച്ചാൽ സം ഇൻഡസ്ട്രീസ് വിൽ ബി മോർ അഡ്വാൻസ്ഡ് ഇൻ വൺ നേഷൻ. ചില ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് വളരെ ഡെവലപ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി ഭയങ്കര ഡെവലപ്ഡ് ആണ്. അതേസമയം മറ്റു ചില ഇൻഡസ്ട്രീസ് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന മറ്റു രാജ്യങ്ങളിലായിരിക്കും. ഉദാഹരണത്തിന് ജപ്പാനിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അഡ്വാൻസ്ഡ് ആണെന്നുള്ള രീതിയിൽ പോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ ജപ്പാൻ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ജപ്പാൻ്റെ കാര്യമായാലും അതേപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രധാനമായിട്ടും ഉണ്ടാകാനുള്ള ഒരു പ്രധാന റീസണാണ് ഇത് പറയുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കമ്പ്യൂട്ടർ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ആ രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും അവർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്തുകൊണ്ടുവന്ന് ചെയ്യും. അതുപോലെ ജപ്പാൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ അവർ അവരുടെ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഭയങ്കര എഫിഷ്യൻ്റ് ആയതുകൊണ്ട് അവർ ആ രാജ്യങ്ങളിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ പോയിട്ട് കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അതുപോലെ ജപ്പാനിലെ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ലാഭകരമായിരിക്കും. അതായത് അമേരിക്കയിൽ പോയി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നടത്തുന്നത് നഷ്ടമായിരിക്കും. അതേസമയം ജപ്പാനിൽ പോയി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ലാഭകരമായിരിക്കും. അതുപോലെ ജപ്പാനിൽ പോയി കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതും നഷ്ടമായിരിക്കും. അപ്പോൾ അത് ഒരു പ്രധാനമായിട്ടും ഒരു കാരണമാണ്. അപ്പം നമ്മൾ ഈ പ്രധാനമായിട്ടും ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ വളരെയധികം സഹായിച്ച ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു അഡ്വാൻസസ് ആണ്. പ്രത്യേകിച്ചും ജെറ്റ് ട്രാവൽ തുടങ്ങിയ കാര്യങ്ങളുള്ള ഒരു ഡെവലപ്മെൻറ്റാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷനിലുണ്ടായ ഡെവലപ്മെൻറ്റ്, അതായത് ഇൻ്റർനാഷണൽ ടെലിഫോൺ ലൈനുകൾ, ഇൻ്റർനാഷണൽ ഡേറ്റ ട്രാൻസ്മിഷൻ, പ്രോസസ്സിങ്, അതൊക്കെ ഉള്ളതുകൊണ്ട്, അതായത് വേൾഡ് വാർ സെക്കൻഡിന് ശേഷമാണ് ഇങ്ങനെയുള്ളൊരു ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടായത്. ജെറ്റ് ട്രാവൽ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ടെലിഫോൺ ലൈനുകൾ വരുന്നു, അതുപോലെ ഇൻ്റർനാഷണൽ ഡേറ്റ ട്രാൻസ്മിഷൻ വന്നു, പ്രോസസ്സിങ് വന്നു. അങ്ങനെയുള്ള പല മാറ്റങ്ങൾ വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ഉണ്ടായി. ആ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായ ഈ മാറ്റങ്ങളൊക്കെയാണ് കൂടുതലും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടുതലായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ അഡ്വാൻസസ്, ഈ ഉണ്ടായ പുരോഗതികളെല്ലാം they have permitted the headquarters of multinational corporations to exert immediate and direct control over the operations of their subsidiaries around the world. അപ്പം
അങ്ങനെ എന്താണ് ഈ ഒരു പുരോഗതി ട്രാൻസ്പോർട്ട് മേഖലയിലായാലും കമ്മ്യൂണിക്കേഷൻ മേഖലയിലായാലും ഒക്കെ ഉണ്ടായ പുരോഗതികളെന്ന് പറഞ്ഞത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനെ നേരിട്ട് മറ്റു രാജ്യങ്ങളിലുള്ള അവരുടെ സബ്സിഡിയറീസിനെ അല്ലെങ്കിൽ അവരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന മറ്റു ഇൻഡസ്ട്രീസിനെ കൺട്രോൾ ചെയ്യാൻ ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന് വളരെയധികം സഹായിക്കുകയും അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാൻ അവർക്ക് വളരെയധികം സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടിലും കമ്മ്യൂണിക്കേഷനിലും ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് ആണ് ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനെ വിദേശ രാജ്യങ്ങളിലുള്ള അവരുടെ സബ്സിഡിയറീസിനെ കൺട്രോൾ ചെയ്യാനും അങ്ങനെ അവിടേക്ക് കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ഒക്കെ സഹായിച്ചത്. പിന്നെ അതുപോലെ തന്നെ റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അറൗണ്ട് ദ വേൾഡ്. അപ്പം ആൾസോ ഡിപ്പെൻഡ് ഓൺ ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി ഓർ എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് റിലേഷൻസ്. അപ്പോൾ അതുപോലെ ഓരോ പ്രദേശത്തും ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് അത് ഈ ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി അനുസരിച്ചിരിക്കും. അതായത് ഓരോ പ്രദേശങ്ങൾക്ക് അടുത്തുള്ള പ്രദേശം, ഇപ്പോൾ ഏത് രാജ്യത്തിനാണോ തൊട്ടടുത്തുള്ള പ്രദേശം അവിടേക്ക് പെട്ടെന്ന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്താൻ അവർക്ക് സൗകര്യം ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല ട്രേഡ് റിലേഷൻസ് ഉള്ള രാജ്യങ്ങളാണെങ്കിൽ അവരുമായിട്ട് പെട്ടെന്ന് അവർക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏർപ്പെടാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി, അതായത് ഭൂമിശാസ്ത്രപരമായി വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അവർക്ക് വളരെ അടുത്തുള്ളതോ ആയ പ്രദേശങ്ങളിലേക്കും അതുപോലെ തന്നെ ഓൾറെഡി ട്രേഡ് റിലേഷൻസ് ഉള്ള പ്രദേശങ്ങളിലേക്കും സ്വാഭാവികമായിട്ടും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ മെയിൻ സപ്ലയർ ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ കൺട്രീസ് ലൈക്ക് ലാറ്റിൻ അമേരിക്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ആൻഡ് ഫിലിപ്പീൻസ് ആൻഡ് സൗദി അറേബ്യ. പ്രത്യേകിച്ചും ലാറ്റിൻ അമേരിക്കയിലേക്കും ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും ഫിലിപ്പീൻസിലേക്കും സൗദി അറേബ്യയിലേക്ക് അമേരിക്കയ്ക്ക് പെട്ടെന്ന് പ്രോക്സിമിറ്റി ഉള്ളതുകൊണ്ടും അത് ട്രേഡ് റിലേഷൻസ് ഉള്ളതുകൊണ്ടും അമേരിക്ക പെട്ടെന്ന് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതുപോലെ അതുപോലെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രത്യേകിച്ചും പ്രധാനമായിട്ടും പോകുന്നത് ഘാനയിലേക്കും മൊറോക്കോയിലേക്കുമാണ്. ആഫ്രിക്കയിലുള്ള ഘാനയിലേക്കും മൊറോക്കോയിലേക്കും അതുപോലെ ലാറ്റിൻ അമേരിക്കയിലെ ബ്രസീലിലേക്കും ഇന്ത്യയിലേക്കും ശ്രീലങ്കയിലേക്കും ഒക്കെയാണ് പോകാറുള്ളത്. പിന്നെ വിയറ്റ്നാം, ഏഷ്യയിലുള്ള വിയറ്റ്നാമിലേക്കും അതുപോലെ തന്നെ പഴയ ഈസ്റ്റേൺ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്കൊക്കെയാണ് പ്രധാനപ്പെട്ട യൂറോപ്യൻ യൂണിയൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത്. അപ്പം FDI ഫ്രം യൂറോപ്യൻ യൂണിയൻ ഫ്ലോ മോസ്റ്റ്ലി ടു ഘാന ആൻഡ് മൊറോക്ക ഇൻ ആഫ്രിക്കയിലെ ഘാന, മൊറോക്കോ രാജ്യങ്ങളിലേക്കും പിന്നെ ലാറ്റിൻ അമേരിക്കയിലെ ബ്രസീലിലേക്കും ഇന്ത്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പിന്നെ ഏഷ്യയിലെ വിയറ്റ്നാമിലേക്കും പിന്നെ ഫോമർ കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ഈസ്റ്റേൺ യൂറോപ്പിലെ പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്കൊക്കെയാണ് പ്രധാനമായിട്ടും ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത്. അതുപോലെ ജപ്പാൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ജപ്പാൻ ഈസ് ദ മെയിൻ സപ്ലയർ ഓഫ് FDI ടു സൗത്ത് കൊറിയ, സിംഗപ്പൂർ, തായ്വാൻ ആൻഡ് തായ്ലാൻഡ്. സൗത്ത് കൊറിയ, സിംഗപ്പൂർ, തായ്വാൻ, തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ജപ്പാനാണ് പ്രധാനമായിട്ടും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യം. അപ്പോൾ ഇതൊക്കെ ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റിയും അവരുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. കൂടുതൽ അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോകാൻ എളുപ്പമായിരിക്കും, കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട റീസൺസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും FDIയുടെ പ്രധാനപ്പെട്ട മോട്ടീവ്സായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കേൾക്കുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.